ടിക്കറ്റ് ആരാ ടിക്കറ്റ് ടിക്കറ്റ് ചേഞ്ച് ഉണ്ടെങ്കിൽ ഒരു 5 റുപ്യ ഉണ്ടോ ഇല്ലേ? എങ്ങോട്ട്? കനാടല്ലേ? ചേഞ്ച് ഇല്ലേ? ഇല്ലേ? മോനത് കണ്ട മരത്തില് എവിടെയാന്ന്? കാഞ്ഞാടാ ടിക്കറ്റ് ടിക്കറ്റ് എടാ എടാന്ന് ബാവുങ്കാല് ഒരു മൊബൈൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ പരിസരം ഒന്നും കാണൂല. ചില്ലറ ഉണ്ടോ? ചില്ലറ ഇല്ലേട്ടാ, ഞാൻ വാങ്ങാന്നല്ലേ പറഞ്ഞേ. നീ കിരി ആക്കാതെ ഫോൺ വെച്ച് പോയ ഭ്രാന്ത്. ഇറങ്ങാണ്ടോക്കെ ദീപു പെട്ടെന്ന് കയറാൻ പറ. പെട്ടെന്ന് നോക്ക്. ആടുന്ന് അതെല്ലാം സൈഡിൽ വെച്ചേ. എടാ എന്റെ ഒരു വിളി. അതെ തിരിഞ്ഞു നോക്കും മേഡം. എവിടത്തെ ഗ്ലാമർ പോന്നെ? എന്നെ കണ്ടപ്പം വിളിച്ച്. എടാ ഇറങ്ങുന്നേ? ഒരു മിനിറ്റ്. 15. ചേഞ്ച് ഇല്ല. എല്ലാരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താകല്? ബാക്കി ഇറങ്ങുമ്പോൾ കാണിച്ചു കേട്ടാ. ശരി. ആളിറങ്ങാനുണ്ട്. ഹലോ അടുത്ത സ്റ്റോപ്പാണ് കേട്ടോ. ദീപു ആളിറങ്ങാനുണ്ടാ? വെല്ലടിക്ക്. ഇറങ്ങിക്കാട്ടെ, ബേ ഇറങ്ങാ. കയറ്. അയ്യോ എന്റെ കുഞ്ഞിന്റെ മാല കാണുന്നില്ല. എന്തേ? എന്റെ മോന്റെ മാല കാണുന്നില്ല. എന്തേ? കുഞ്ഞിന്റെ മാല കാണുന്നില്ല. ആടെങ്കിലും ഉണ്ടോ നോക്കറാ? സീറ്റിനടിയിലാ നോക്കി, എല്ലായിടത്തും നോക്കി. കുഞ്ഞിന്റെ കുപ്പായത്തിലായിട്ട് ഉടക്കിയിട്ടുണ്ടോ നോക്ക്. നോക്കി, എവിടെയും കാണുന്നില്ല. വീട്ടിൽ നിന്ന് വരുമ്പോ ഉണ്ടായിനി, കുറച്ച് മുമ്പ് വരെ ഉണ്ടായിനി. സീറ്റിനടിയിലായിട്ട് നോക്ക്. അതാ ബാഗിന്റെ സൈഡിലാ ഡ്രസ്സിലായിട്ട് കുടുക്കിയിട്ടുണ്ടോ നോക്ക്. ആടെല്ലാം നോക്കി. വീട്ടിൽ നിന്ന് വരുമ്പോ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ടായിനി. ഉറപ്പന്നെ അല്ലേ? എന്നാ നോക്കൊന്ന് വ്യക്തമായിട്ട് നോക്കട്ടാ. മാല കാണുന്നില്ല. ഓടുത്ത് എന്റെ കുഞ്ഞിന്റെ മാല. എന്നമ്മാ എന്നാച്ച്? എന്റെ കുഞ്ഞിന്റെ മാല എടുത്തിട്ട് പെട്ടം കളിക്കുന്ന എന്നത് എനിക്കൊന്നും പുരിയില്ലേ. മാല കിട്ടീനാ? ഇല്ല, ഇവര് മാത്രാണ് മാല എടുത്തിനാ? എടുത്തിട്ട് കൊടുക്ക്. ഇല്ലേ,
എന്നാ മാല എടുക്കലേ. എടുത്തിട്ടുണ്ടെ കൊടുക്ക്. ആ കുഞ്ഞ് എടുത്തിട്ടുണ്ട് നോക്ക്. കുഞ്ഞു കുറച്ച് മുമ്പ് വരെ ഉണ്ടായിനി, ഇപ്പൊ കാണുന്നില്ല. ഇങ്ങോട്ട് വരുമ്പോ നോക്കിയായിരുന്നല്ലോ അല്ലേ? നോക്കി. എന്താ പ്രശ്നം? അവര് മാത്രാ നേടിയിരുന്നിട്ടുണ്ടായിനി. മാല എടുക്കവേ ഇല്ലേ? ഇവരെടുത്തുന്നാണ് അവര് പറയുന്നത്. സത്യമാ சொல்றேன் എന്നാ മാല എടുക്കവേ ഇല്ലേ? എടുത്തിട്ടില്ലെന്നല്ലേ പറയുന്നത്. അവര് മാത്രമേ ഇവിടെ ഇരുന്നിട്ടുണ്ടായിട്ടു. നിങ്ങൾ നേരത്തെ ഇവിടെ ഇരുന്നിട്ടുണ്ടായിനോ? ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നേ. എത്ര വട്ടി சொல்லணும் എന്നാ മാല എടുക്കലേ? വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കറ. ഇല്ല, വീട്ടിൽ വരുമ്പോ ഉണ്ടായിനി. മറന്നിട്ടുണ്ടെങ്കിലോ? ഉറപ്പന്നെ. അവരെടുത്തിട്ടാണ് പറയുന്നത് എടുത്ത്. പിന്നെ നമ്മ എന്ത് ചെയ്യല്? നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കില്ലെങ്കിൽ വണ്ടി സ്റ്റേഷനിലേക്ക് വിടും. വണ്ടി സ്റ്റേഷനിൽ പോകാനോ? എടുക്കലേ. നോക്കിയാ കിട്ടും. അവരില്ലാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ശരിക്കും നോക്കിയിട്ടല്ലേ അനിയേട്ടാ, വെറുതെ ആ, ഒരാളെ എന്ത് കുറിച്ച് സംഭവം? അറിയോ? ഒച്ച കേൾക്കുന്നു. അതൊരു കുഞ്ഞിന് മാല കാണുന്നില്ല. അതിന്റെ കുഞ്ഞിന് അമ്മ ഇങ്ങനെ പ്രശ്നമാണ്. വരുമ്പോ ഉണ്ടായിനി. അത് ആ കഴിഞ്ഞ സ്റ്റോപ്പിൽ നിന്ന് കയറിയില്ല. അപ്പൊ അവര് പാണ്ടക്കെട്ടെല്ലാം എടുത്തിട്ട് പെണ്ണുങ്ങ ഒരു നാടൊരു സ്ത്രീ അടുത്ത് കയറിയ അവരെടുത്തുന്നാണ് ആ കുഞ്ഞിനമ്മ പറയുന്നത്. അവരെ കണ്ടാലിനെ അറിഞ്ഞൂടെ? എനിക്ക് തന്നെയാണ് പണി. എല്ലാരും പറയുന്നത് ഇപ്പൊ സ്റ്റേഷനിൽ പോവാന്ന്. നമുക്ക് ഇങ്ങനെ ട്രിപ്പ് കട്ടാക്കിയിരുന്ന് പോകാനൊന്നും പറ്റില്ല. അവരെന്തെങ്കിലും അങ്ങനെ പറയും. നീ ഒന്നും കാര്യമാക്കണ്ട, നീ വണ്ടി വിടും. ഒന്നും നോക്കണ്ട, പോട്ട്. கடவுள் மேல் சத்தியமா சொல்றேன் എന്നാ മാല എടുക്കലേ. എടുക്കലേ. നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. എടുക്കലേ. നിങ്ങൾ സത്യമാ എടുത്തിട്ടുണ്ടാവും. മാല എടുക്കലേ. പറ്റില്ലാന്നല്ലേ പറയുന്നത്? പിന്നെ അതന്നെ പറയണം. നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കില്ലെങ്കിൽ വണ്ടി സ്റ്റേഷനിലേക്ക് വിടും. സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല, ട്രിപ്പ് കട്ടാക്കാനാവില്ല. നിങ്ങൾ എന്ത് ചെയ്യാ പറയുന്നത്? അങ്ങനെ പറഞ്ഞാലാവൂല. ഇവരെ കൊണ്ട് ബാക്കി എല്ലാവർക്കും ട്രിപ്പ് കട്ടാക്കാനാവില്ല. ട്രിപ്പ് തീരുമാനം വേണ്ടേ? നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പോകാനാണ് അവര് പറയുന്നത്. തിരിട്ട് മൂഞ്ചി. என்ன பண்றது? ഇതിലിപ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാ? ചേട്ടനൊന്നും പറയണ്ട. അവർ ഇരുന്നതല്ലേ. നിങ്ങൾ ഇതിനെ അവർ സപ്പോർട്ട് എല്ലാവരും ചെയ്യുന്നു. കൂടി സംസാരിച്ചിട്ട് ഒരു പരിഹാരമാക്കാൻ പറ്റുമോ നോക്ക്. നിങ്ങളൊന്നും പറയണ്ട. നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾ ഇതിൽ ട്രിപ്പ് ഇടപെടണ്ട. കട്ടാക്കാനൊന്നും ആവില്ല. ഈ ട്രിപ്പ് അതുകൊണ്ടാവില്ലെന്നേ. കട്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള യാത്രക്കാർ ഇവർക്ക് നഷ്ടപ്പെട്ട് സ്വർണ്ണം ഇവർക്ക് തിരിച്ചിട്ടുണ്ടേ. ഇതിലിപ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യും? കാരണം ഇനി. ഞങ്ങൾ ആരോടും അത് സമാധാനം പറയും. സ്റ്റേഷനിലേക്ക് പോട്ടെ. നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അത് എടുത്ത് കൊടുക്കുക. വാ. സ്റ്റേഷനിലേക്ക് വിടാൻ വേണ്ടി எத்தனை வட்டி சொல்லணும்? மால எடுக்கலே. അരി, സ്റ്റേഷനിലേക്ക് വിട്. മണ്ടാരെങ്കിലും അങ്ങോട്ട്. ആ, എല്ലാവരും അവരുടെ സീറ്റിൽ പോയിരിക്കും. പോ. ആ. ഇപ്പൊ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 6 മണി കഴിഞ്ഞേ വരും. നമ്മളിപ്പോഴേ വന്നിട്ട് കാര്യമൊന്നും. ഒരു മിനിറ്റ് സർ, ബസ്സിൽ ഒരു മാല കാണുന്നില്ല പറഞ്ഞിട്ട് ഭയങ്കര ഒരു സംശയം. എസ് ഐ സാറിൻ്റെ സാർ. ആ ഞാൻ ഹരേ, സാർ ബസ്സിൽ നിന്ന് ഒരു മാല നഷ്ടപ്പെട്ടു. സർ, ബസ്സിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ മാല കാണുന്നില്ല. അവരെ സീറ്റിലുള്ള വേറൊരു സ്ത്രീ എടുത്തു എന്നാണ് ആ കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞത്. സർ, ഇവരെ മാലയാണ് സർ കാണാൻ. സാർ, പെട്ടെന്ന്. ആരുടെ മാലയാ പോയത്? എന്റെ മാലയാണ് സാർ. ആരാ എടുത്തത് മാല? അവരാണ് സാർ. ഇങ്ങോട്ട് വാ. ശരി, മുമ്പോട്ടേക്ക് വാ. നിങ്ങൾ ഇവരുടെ മാല എടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ, അത് തിരിച്ചു കൊടുക്ക്. നിങ്ങളാണ് എടുത്തതെന്ന് അവർ ഉറപ്പായി അതെ സാർ, പറയുന്നുണ്ടല്ലോ. ഇവരാണ് സാർ. തിരുമണ തിരിച്ചു അതെ കൊടുക്കും. സാർ, ഇവരെന്നെയാണ് എടുത്തത് സാർ. ഇവരെടുത്തിട്ടുണ്ടോ സാർ? നിങ്ങൾ ഇവിടെ എടുക്ക്. നാളെ പറയുന്നതാണ് സാർ, ഇവരെന്നെയാണ് എടുത്തത്. நான் எடுக்கவே இல்லை சார். എന്റെ സീറ്റിൽ ഇവർ മാത്രമേ ഉണ്ടായിട്ടു സാർ. நான் മാല സാർ, എടുക്കவே ഇവർ இல்லை മാത്രമേ சார். എന്റെ സീറ്റിൽ ഇരുന്നിട്ടുണ്ടായിട്ടു. நான் മാല എടുക്കவே இல்லை അത്ര சார். സമയം ഉണ്ടായിരുന്നു സാർ, എല്ലാവരും മാറിയിരുന്നു. അത് കഴിഞ്ഞ് ചാക്കിങ്ങാട്ടിന്റെ അടുത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു സാർ. എടുത്തിട്ടുള്ളത് ഇത് സാർ, ഇവരെന്നെയാണ് സാർ. നാളെ പറയുന്നതാണ് സാർ. കള്ളിയാണ് ഇവര്. எடுக்கவே இல்லை சார். சத்தியமா சொல்றேன் நான் மாலை எடுக்கவே இல்லை சார். അജിതേ, ചെക്ക് ചെയ്യ്. ഇങ്ങോട്ട് മാറിക്കും. இல்லை சார். நான் மாலை எடுக்கவே இல்லை சார். நான் மாலை எடுக்கவே இல்லை சார். நான் மாலை எடுக்கவே இல்லை சார். நான் தப்பு பண்ணல சார். ഇതിലൊന്നും ഇല്ല സാർ. ശരിക്കും നോക്ക്. ഹലോ ഉമ്മ, ഞാൻ എത്ര നേരം അതിലുണ്ടാവും. ഇതിന് മാല കാണുന്നില്ല. അതിങ്ങോട്ട് എടുക്ക്. എവിടെ വണ്ടി சொல்லணும்? நான் மாலை எடுக்கவே இல்லை. ആ ചാക്കിന്റെ അകത്തുള്ള സാധനങ്ങളൊന്നും വെച്ചു. ശരിക്കും നോക്കിയാൽ കിട്ടും. ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധം എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ആടി ഉണ്ട്. ഞാനിനി ആരോട് പോയിട്ട് സമാധാനം പറയല്? ഒന്ന് പറയ്. കഷ്ടം. ഞാനിനി അവരോട് എന്തെന്ന് പറയല്? ഉമ്മ ഉപ്പാന്ന് വിളിച്ചു. സർ, ഒരു അബദ്ധം പറ്റി സർ. കുഞ്ഞിന് മാല കിട്ടിയല്ലോ. അതവരെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ ഇവരെ ബാത്റൂമിൽ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു.
അവളെ ഉമ്മ ഒപ്പം വിളിച്ചിട്ട് എന്തിനാ ഇത് തോന്നിയ ദിവസം സാർ ഇവരെത്ര ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് സാർ എനിക്കിപ്പോൾ കേസൊന്നും ആകണം സാർ ഞങ്ങളുടെ ട്രിപ്പെല്ലാം കട്ടായി. ഇതെല്ലാം നേരത്തെ അന്വേഷിച്ച് കൂടെ? നിനക്ക് ആരാ കണ്ടക്ടർ ആക്കിയത്? എല്ലാവരും പോയാൻ കണ്ടക്ടറെ വണ്ടി എടുത്തിട്ട് പോയാൻ എല്ലാവരും പോ ആ എല്ലാവരും കയറ്, എല്ലാവരും പോ. വേഗം കയറ്. എല്ലാവരും ഒന്ന് നിന്നേ. അങ്ങനെ അങ്ങ് പോകാൻ പറ്റേ. നിങ്ങൾക്ക് നിങ്ങളുടെ മാല കിട്ടിയില്ലേ? അവരോട് സോറി പറഞ്ഞിട്ട് പോയാൽ മതി. നിങ്ങൾക്ക് എന്തോ അതെല്ലാം വിട്ട് നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കാൻ സമയമില്ല. ട്രിപ്പ് കേട്ടാന്ന് അവരോട് മാപ്പ് പറയാതെ ആരും ബസ്സിൽ കയറണം. നിങ്ങളോട് ഇതൊന്നും പറഞ്ഞുകൊടുക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. ഒന്ന് മാറ്. അവരെങ്ങനെ കള്ളിയാക്കിയിട്ട് അവരോട് മാപ്പ് പറയാതെ പോകാൻ പറ്റത്തില്ല. എന്തെന്ന് എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാവരും അവരോട് ക്ഷമ ചോദിച്ചിട്ട് പോയാൽ മതി. ഒരാളെ വിലയിരുത്തേണ്ടത് അവരുടെ നിറമോ വസ്ത്രമോ നോക്കിയിട്ടല്ലടോ. അതെങ്കിലും മനസ്സിലാക്ക്. പെങ്ങളെ, ഇവരെത്ര ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കേണ്ടി വന്നത്. ഒന്ന് ക്ഷമിക്ക്. ഈ ഒരു പുഞ്ചിരിയല്ലാതെ മറ്റെന്താണ് ഈ കുട്ടിക്ക് എനിക്കായി നൽകാൻ കഴിയുക? എത്രയെത്ര മനുഷ്യരെയാണ് നമ്മൾ ഓരോ ദിവസവും അപമാനിച്ച് വലിച്ചെറിയുന്നത്. എത്രയെത്ര മനുഷ്യരാണ് ചെയ്യാത്ത കുറ്റത്തിന് ആൾക്കൂട്ടത്തിൽ അപമാനിക്കപ്പെട്ട് റെയിൽവേ ട്രാക്കിലും കുരുക്കി വെച്ച കയറിലും ജീവിതം അവസാനിപ്പിച്ചത്. മുടി നീട്ടി വളർത്തിയതിന്, വിശക്കുമ്പോൾ വേസ്റ്റ് കൂമ്പാരത്തിൽ കൈയിട്ട് പോയതിന്, ഒരേ ഒരു സാരി അലക്കി മാറാനാവാതെ അഴുക്കായി ചുറ്റി ബസ് സീറ്റിൽ ഒന്നിച്ചിരുന്നതിന്, എത്രയെത്ര ജന്മങ്ങളെയാണ് നാം തെരുവിലും നഗരത്തിലും പിച്ചി ചീന്തിയത്. സ്വന്തം അമ്മമാർ അപമാനിക്കപ്പെടുമ്പോഴും കണ്ണിൽ കനലിട്ട് പുഞ്ചിരിക്കുന്ന നമ്മുടെ കഥയിലെ കുട്ടിയും ഈ കഥയും ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. യാത്ര തുടരുകയാണ്. ഇനിയൊരു കഥ നടക്കുമ്പോൾ നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിൽക്കുമെന്ന പ്രതീക്ഷയോടെ ശുഭയാത്ര.